മന്ത്രി വി ശിവൻകുട്ടിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന് നേരെ ആക്രമണം. സംസ്ഥാനത്തെ മന്ത്രിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന് നേരെ ആക്രമണം. മന്ത്രി വി ശിവൻകുട്ടിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ദിനീഷിനാണ് മർദ്ദനമേറ്റത്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് സംഭവം നടന്നത്. വീടിനുള്ളിൽ കാർ പാർക്ക് ചെയ്തതിനു ശേഷം പുറത്തിറങ്ങുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ഇരുമ്പ് കമ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് വീണപ്പോൾ നിലത്തിട്ട് മർദ്ദിച്ചു. സംഭവത്തിൽ ഗുണ്ടകളടക്കം 3 പേർ പിടിയിലായി. അഖിലേഷ്, ജയരാജ്, വ്യാസൻ എന്നിവരാണ് പിടിയിലായത്. പുതുയുഗ യാത്ര നടത്തുന്നത് UDFന്റെ പഴയ യുഗം ഓർമ്മിപ്പിക്കാൻ നല്ലതാണെന്ന് പി രാജീവ്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനുമേൽ സർക്കാരിന് നിയന്ത്രണമില്ലെന്ന് മന്ത്രി പി രാജീവ്. SITയെ സംശയനിഴലിൽ നിർത്താനാണ് UDF വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. കോൺഗ്രസ് എന്തോ ഭയക്കുന്നുണ്ടെന്നും പി രാജീവ് പറഞ്ഞു. പുതുയുഗയാത്ര നടത്തുന്നത് UDFന്റെ പഴയ യുഗം ഓർമ്മിപ്പിക്കാൻ നല്ലതാണ്. ആരോഗ്യരംഗം ഉൾപ്പെടെ പുതുയുഗത്തിലെ കാര്യങ്ങൾ വിശദീകരിക്കണം. ചോദ്യം ചോദിച്ച മാധ്യമത്തെ ഭീഷണിപ്പെടുത്തുന്നു. UDFന്റെ പുതുയുഗം എന്തായിരിക്കുമെന്ന് ഇതോടെ വ്യക്തമായെന്നും പി രാജീവ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് അവരാണ്. പ്രതിപക്ഷ നേതാവ് അവരുടെ കൺവീനർ അല്ലല്ലോ എന്നും പി രാജീവ് ചോദിച്ചു. തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് ജയിക്കില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. CPMനും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് ജയിക്കില്ലെന്നും മുസ്ലിം ലീഗ് ഒരുപക്ഷെ ജയിക്കുമായിരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ പണം വാങ്ങി ജനങ്ങളെ വഞ്ചിക്കുകയാണ് കോൺഗ്രസ് എന്ന് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ വഞ്ചകരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അസോസിയേഷനിൽ അംഗത്വമെടുക്കാത്തതിനാൽ വേസ്റ്റ് എടുക്കുന്ന തടയുന്നു. പരാതിയുമായി സിനിമാ താരം സന്തോഷ് കെ നായർ. വേസ്റ്റ് എടുക്കാൻ ഹരിതകർമ്മസേനയെ അനുവദിക്കുന്നില്ലെന്ന പരാതിയുമായി സിനിമാ താരം സന്തോഷ് കെ നായർ. റെസിഡൻസ് അസോസിയേഷനെതിരെയാണ് സന്തോഷ് നായരുടെ പരാതി. ഭക്ഷണാവശിഷ്ടങ്ങൾ എടുക്കാൻ ഹരിതകർമ്മസേനയെ റെസിഡൻസ് അസോസിയേഷൻ അനുവദിക്കുന്നില്ലെന്ന് സന്തോഷ് പറഞ്ഞു. റെസിഡൻസ് അസോസിയേഷനിൽ അംഗത്വം എടുക്കാത്തതിനാലാണ് വേസ്റ്റ് എടുക്കുന്ന തടഞ്ഞതെന്നും സന്തോഷ് ആരോപിച്ചു. തിരുവനന്തപുരത്തെ സ്പാ കേന്ദ്രം അടച്ചുപൂട്ടി. തിരുവനന്തപുരത്തെ സ്പാ കേന്ദ്രങ്ങളിൽ പരിശോധന. യുവതിയോട് മോശമായി പെരുമാറിയെന്ന പരാതിക്ക് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റിന് സമീപത്തെ സ്പാ കേന്ദ്രത്തിൽ പരിശോധന നടത്തുന്നത്. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്പർശൻ വെൽനസ് സ്പാ അടച്ചുപൂട്ടി. നഗരസഭ ആരോഗ്യ വിഭാഗമാണ് സ്പാ പൂട്ടിയത്. അഭിമുഖത്തിനെത്തിയ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് മേയർ VV രാജേഷ് വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്പാ കേന്ദ്രത്തിൽ പരിശോധന നടത്തിയത്. ഒരിക്കൽ മാത്രം പോയി എന്ന് പറഞ്ഞ് ഓർമ്മ പിശക്. കടകംപള്ളി സുരേന്ദ്രൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള 2ാമത്തെ ചിത്രവും പുറത്തു വന്നതിന് പിന്നാലെ വിശദീകരണവുമായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഒരിക്കൽ മാത്രം പോയി എന്ന് പറഞ്ഞത് ഓർമ്മ പിശകാണെന്നും പുറത്തു വന്ന ചിത്രം എപ്പോഴത്തേതാണെന്ന് ഓർക്കുന്നില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. 10 തവണ പോയാലും അത് തുറന്നു പറയാൻ മടിയില്ല എന്നും ഗൺമാന്മാരോട് ചോദിച്ചപ്പോൾ അവരും ഓർക്കുന്നില്ല എന്നാണ് പറഞ്ഞതെന്നും കടകംപള്ളി പറഞ്ഞു. കളം പിടിക്കാൻ LDF. മേഖലാ ജാഥകൾ പര്യടനം തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള LDFന്റെ മേഖലാ ജാഥകൾ പര്യടനം തുടരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ കോഴിക്കോട് ജില്ലയിലാണ് നിലവിൽ. ഇന്ന് കൊയിലാണ്ടിയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥയ്ക്ക് എലത്തൂർ, കുന്ദമംഗലം മണ്ഡലങ്ങളിൽ സ്വീകരണം നൽകും. വൈകിട്ട് കോഴിക്കോട് സൗത്ത്, നോർത്ത് മണ്ഡലങ്ങളുടെ സംയുക്ത സ്വീകരണത്തോടെ ഇന്നത്തെ പര്യടനം സമാപിക്കും. മകരവിളക്ക് ദിവസം ശബരിമല പരിസരത്ത് അനുമതിയില്ലാതെ സിനിമ ചിത്രീകരിച്ച സംഭവത്തിൽ സംവിധായകൻ അനുരാജ് മനോഹറിന് നോട്ടീസ്. വനംവകുപ്പാണ് നോട്ടീസ് നൽകിയത്. പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. അനുമതിയില്ലാതെ പമ്പ പ്രദേശങ്ങളിൽ മകരവിളക്ക് ദിവസം സിനിമ ചിത്രീകരിച്ചെന്ന പരാതിയിൽ നേരത്തെ വനംവകുപ്പ് കേസെടുത്തിരുന്നു. വനത്തിൽ അതിക്രമിച്ച് കയറിയെന്നുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് നടപടി. KSRTC സൂപ്പർ എക്സ്പ്രസ് ബസ് ബൈക്കിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം. തൃപ്പൂണിത്തറ SN ജംഗ്ഷനിൽ KSRTC സൂപ്പർ എക്സ്പ്രസ് ബസ് ബൈക്കിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം. തൃശൂർ ചൂലിശ്ശേരി ചീനക്കൽ വീട്ടിൽ ജയചന്ദ്രന്റെ മകൻ 19-കാരനായ അർജുനാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 4:15ഓടെയാണ് അപകടം നടന്നത്. പനങ്ങാട് ഫിഷറീസ് കോളേജിലെ BTech ഫുഡ് ടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അർജുൻ. പത്തനംതിട്ടയിലേക്ക് പോയ KSRTC സൂപ്പർ എക്സ്പ്രസ് ബസ്സാണ് അർജുൻ സഞ്ചരിച്ച ബൈക്കിലിടിച്ചത്. MA ഷഹനാസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് നേതാവ്
എം എ ഷഹനാസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കഴിഞ്ഞ 3 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ മോശക്കാരനാക്കി ചിത്രീകരിച്ചുവെന്നും 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിൽ പറയുന്നു. എം എ ഷഹനാസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല. 100 പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ടെന്നും നഷ്ടപരിഹാര തുക ഇതിനായി ചിലവഴിക്കുമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു.